എന്തിനു പറയാനാ, ആ തീന്റെ അടുത്തെത്താനപ്പോ തന്നെ ആ തീ അണഞ്ഞു പോയി. പക്ഷെ ചേട്ടൻ നമ്മൾ ആ തീ കത്തുന്ന സ്ഥലം കണ്ടുപിടിച്ചില്ലല്ലോ. എന്തായാലും ആ തീ കത്തുന്ന സ്ഥലം ഇനി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമുക്ക്. ഇനി ഇതിൽ നമുക്ക് തുമ്പി ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവാം. ആ ശരി ചേട്ടാ. എടി തുമ്പി. അയ്യോ തുമ്പീനെ കാണുന്നില്ലല്ലോ, അവളത് എവിടെ പോയി? ശരിയാ ചേട്ടാ, തുമ്പി ചേച്ചി എവിടെ പോയി? ഞാൻ അവിടെ പറഞ്ഞത് ഇവിടെ തന്നെ ഇരിക്കും, അവൾ എങ്ങോട്ടും പോരുതെന്ന്. ഇനി നമ്മൾ വന്ന സ്ഥലം മാറി പോയോ? ഇല്ല ചേട്ടാ, നമ്മൾ വന്ന സ്ഥലം ഇത് തന്നെ, ആ മലപ്പുറത്ത് തന്നെ. നമ്മൾ ഇവിടെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ മുമ്പ് കണ്ടത്. ഇത് തൊട്ടപ്പുറത്തല്ലേ വന്നപ്പം നമ്മളെ കള്ളുമുൾച്ചെടി അടുത്തല്ലിരുന്നു, ഒളിച്ചല്ലിരുന്നു അന്ന്. ആ കള്ളുമുൾച്ചെടി അടുത്തൊന്ന് ഇച്ചിരി മാറിയല്ലേ നമ്മുടെ ഈ സ്ഥലം. മുമ്പ് നമ്മൾ ഇവിടെ തന്നെ അങ്ങോട്ട് പോയത്. അപ്പൊ ഇവിടെ തന്നെയായിരുന്നു തുമ്പി ചേച്ചി ഇങ്ങോട്ട് എഴുന്നേറ്റ് പോയതാ. അവളെ പറഞ്ഞത് ഇങ്ങോട്ട് പോരുന്നു, അനുസരിക്കത്തില്ല കൊച്ച്. എടി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, അതേ ആ കഥകല്ലേ ഇത്, മാന്ത്രിക കഥക്. ശരി ചേട്ടാ, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മാജിക് ഡോർ അല്ലേ ഇത്? ഇതെങ്ങനെ ഇവിടുത്തെ? എടാ നമുക്ക് മാജിക് ഡോർ നമ്മുടെ വീട്ടിലേക്ക് പോവാ. എടി നമ്മൾ തുമ്പി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ? ചേട്ടാ തുമ്പി ചേച്ചി നോക്കാൻ സമയം, നമുക്ക് എന്തായാലും പെട്ടെന്ന് അകത്തോട്ട് പോയി കേറാം. എടി ഞാൻ എന്തായാലും തുമ്പി വരാം, ഞാൻ വരത്തില്ല. ഞാൻ പോവാ. എന്തായാലും നിനക്ക് നിന്റെ ദൈവം മാത്രം മതിയോ, അവളെ കൂടെ വേണ്ടേ തുമ്പിയെ? എന്നാ ചേട്ടാ നമുക്ക് തുമ്പി ചേച്ചിയെ തപ്പാൻ നമുക്ക് ഉണ്ടായിരുന്നു. ശരിയടി. അയ്യോ ഇതേതേ സ്ഥലം? ഈ മാജിക് ഡോർ വഴി ശിവാനിയിൽ ഇറങ്ങുന്ന. എടി ശിവാനി. നിങ്ങളോ? അല്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ? ചേട്ടാ നിങ്ങളുടെ അമ്മയാണെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഞങ്ങൾ അവരുടെ ഇവിടെ ഇല്ല. ചേട്ടാ ചേച്ചി നിങ്ങൾ എങ്ങനെ ഇവിടെ? എടി നീ വന്ന ഡോർ കണ്ടില്ലേ, ആ ഡോർ വഴി തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് മരുഭൂമിയിൽ. ഇതെവിടെ സ്ഥലം? എടി ഇത് രാജസ്ഥാൻ മരുഭൂമിയാ. ലിറിലേക്ക് വന്നപ്പം ആ സ്ഥലം ഇത്. ഞാനൊന്നും വന്നിട്ടില്ലായിരുന്നല്ലോ ആ സമയത്ത്. എടി ശിവാനി നീ ഒന്നും വന്നിട്ടില്ല, ഞങ്ങളാണ് വന്നത്. ലിറിലാറിന്റെ സ്ഥലം ഇത്. അയ്യോ ചേട്ടാ, തുമ്പി ചേച്ചി എന്തേ? തുമ്പിയാണെങ്കിൽ ഇവിടെ ഇരുത്തിട്ട് പോയത്, ദൂരെ ആണെങ്കിൽ എന്തോ തീ എത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നോക്കാൻ പോയേക്കോ. അപ്പൊ തുമ്പി ഇവിടെ ഇരുത്തിട്ട് പോയത്. തിരിച്ചത് ഇവിടെ വന്നപ്പോ തുമ്പിനെ കാണുന്നില്ല. ചേട്ടാ തുമ്പി ചേച്ചി ഇരുന്ന സ്ഥലം ചിലപ്പോ ഇതില്ലായിരിക്കും, അപ്പുറത്തും വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ ഈ കള്ളുമുൾച്ചെടി അടുത്താ ഞാൻ അവളെ ഇരുത്തിട്ട് പോയത്. തിരിച്ച് ഈ കള്ളുമുൾച്ചെടി അടുത്ത് ഞങ്ങൾ വന്നു, പക്ഷെ അവളെ ഇവിടെ കാണുന്നില്ല. ചേട്ടാ കണ്ണുമണ നമുക്കൊന്ന് തുമ്പി ചേച്ചി കണ്ടുപിടിക്കാം വാ. ശരിയാണ് ശിവാനി, നമുക്ക് എല്ലാവരും തുമ്പി കണ്ടുപിടിച്ചു വന്നിട്ടേ ഈ ഡോർ വഴി തിരിച്ചു പോവാം. ആ ശരി. അയ്യോ നമ്മുടെ മുമ്പിലുള്ള മാജിക് ഡോർ മാഞ്ഞു പോയല്ലോ. അത് ശിവാനി നീ എവിടുന്നാ മാജിക് ഡോർ വഴി ഇങ്ങോട്ട് വന്നേ? ചേട്ടാ കണ്ണുമണ ഞാനാണ് എന്റെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാൻ പോവായിരുന്നു. ആ സമയത്ത് എന്റെ കട്ടിലിന് തൊട്ടപ്പുറത്താണെങ്കിൽ ഈ ഡോർ നിൽക്കുന്നേ. അങ്ങനെ ഞാൻ ഡോർ തുറന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ മരുഭൂമിയിൽ എത്തി. അപ്പൊ നിങ്ങളെ ഞാൻ കണ്ടത്. അയ്യോ ഇത് രാജസ്ഥാനാണ്. നമ്മുടെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ? 12,000 കിലോമീറ്റർ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് രാജസ്ഥാനിന്ന്. ശരിയാണ്, നമുക്ക് എങ്ങനെയല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാം. ഇതിൽ നമ്മൾ ആരെയും മാജിക് ഡോറും കൊണ്ട് ഇങ്ങോട്ട് വരുത്തുന്നത്? നീ ഇതിൽ മാന്ത്രശക്തികൾ ആരെങ്കിലാണോ? എടി ശിവാനി എനിക്കറിയത്തില്ല എന്തോ സംഭവം. അല്ല ചേട്ടാ നമുക്ക് തുമ്പി ചേച്ചി തപ്പാൻ വാ. എല്ലാരും കൂടെ തുമ്പിയെ തപ്പാൻ വാ. അയ്യോ ഓടിക്കോ എന്റെ അമ്മേ. അവിടെ നിക്കടി കൊച്ചേ. ഞാൻ നിക്കത്തില്ല, ഞാൻ ഓടിപ്പോവും. ഡി അവിടെ നിക്കടി കൊച്ചേ, അല്ലെ നിന്നെ ഇപ്പൊ ഞാൻ ചവിട്ടി എറിയും. അയ്യോ ഓടിക്കോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ അവിടെ നിക്കടി, നിന്നെ ഞാൻ ഇപ്പൊ ചവിട്ടി എറിയും. അയ്യോ ഓടിക്കോ. അയ്യോ അയ്യോ ഫ്രീഗ കമ്മൽ എന്നെ വാങ്ങ വരുന്നേ. അയ്യോ ഓടിക്കോ. അയ്യോ അവിടെ നിക്കടി കൊച്ചേ. ചേട്ടാ തുമ്പിനെ കാണുന്നില്ലല്ലോ ഇവിടുന്നും. അയ്യോ ദേ തുമ്പിയല്ലേ ഓടിപ്പോന്നെ അങ്ങോട്ട്. തുമ്പിയുടെ പുറകിലാണ് ഫ്രിഗോ ക്യാമയില് പോകുന്നത്. അയ്യോ ചേട്ടാ അതെന്ത് സാധനമാ? എടി ശിവാനി നിനക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലേ? തുമ്പുസോറിനെ പോലത്തെ ബ്രെയിൻ റോഡ് ആനിമൽ, അതിന്റെ പേര് ഫ്രിഗോ ക്യാമലോ. എനിക്ക് അതിനെ കുറിച്ച് അറിയാം. അയ്യോ എന്നെ അത് പിടിച്ചേ. അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഫ്രിഡ്ജിനകത്ത് കേറടി. അയ്യോ എന്തൊരു തണുപ്പ് ഈ ഫ്രിഡ്ജിന്റെ അകത്ത്. അങ്ങനെ ഒരു കൊച്ചിനെ പിടിച്ചിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത്. എടാ ഫ്രിഗോ ക്യാമലോ, എന്റെ തുമ്പീനെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഞാൻ നിങ്ങളുടെ തുമ്പീനൊന്നും എടുത്തിട്ടില്ല, പോ അവിടുന്ന്. എന്റെ അനിയത്തി എന്റെ തിരിക്ക് ഇങ്ങോട്ട് ഇറക്കി വിടറ ഫ്രിഗോ ക്യാമലോ. നിന്റെ അനിയത്തിയല്ലേ ഇത്? ഞാൻ പക്ഷെ തരത്തില്ല, ഇത് എന്റെയാ. എന്തോ ഒരു വഴി തുമ്പിയെ രക്ഷിക്കാനായിട്ട്. തുമ്പിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. കുറച്ച് മണലെടുത്ത് ഈ ഫ്രിഗോ ക്യാമലോന്റെ കണ്ണയിലോട്ട് എടുത്തെറിയാം. കണ്ണയെ വീഴുമ്പോഴാണെങ്കിൽ ഫ്രിഗോ ക്യാമൽ ഫ്രിഡ്ജ് തന്നെ തുറന്നു വരുമ്പോൾ അപ്പം തുമ്പി ഇറങ്ങി വരികയും ചെയ്യും. കുറച്ചേരത്തേക്ക് ഫ്രിഗോ ക്യാമൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അത് നല്ല ഐഡിയ അല്ലേ? എന്തായാലും ഇങ്ങനെ തന്നെ അങ്ങ് അങ്ങനെ തുമ്പി രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു ഐഡിയ കിട്ടി. അത് ഞാൻ ഇച്ചിരി മണൽ വാരട്ടെ, അവന്റെ അപ്പ തന്നെ കണ്ണയിലേക്ക് എടുത്തെറിയാം. മണൽ വാരി ഇനി അത് അപ്പ തന്നെ കണ്ണിലേക്ക് എടുത്തെറിയാം ഫ്രിഗോ ക്യാമലോന്റെ. ഇന്നാ പിടിച്ചോടാ ഫ്രിഗോ ക്യാമലേ. അയ്യോ എന്റെ കണ്ണ മണല് വീണേ. എടി തുമ്പി ഇങ്ങോട്ട് വാടി പെട്ടെന്ന്. ശരിയടി. എന്റെ കണ്ണ് ശരിയായി. ആ ചെറുക്കന് എന്റെ കണ്ണയിലേക്ക് മണല് വാരി എറിഞ്ഞത്. ആ ചെറുക്കന് ഞാൻ ഈ ഫ്രിഡ്ജിന്റെ അടുത്തത് കയറ്റാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 1 മിനിറ്റ് ആവാറായിരുന്നു സമയം. ഇപ്പൊ ഐസ കൊണ്ടായിരുന്നു കൊച്ച്, പക്ഷെ ആ ചെറുക്കൻ സമ്മതിച്ചില്ല. ഇനി ഞാൻ രണ്ടാമത് ആ ചെറുക്കനെ കയറ്റി ഫ്രിഡ്ജിന്റെ തൈസാക്കി വെച്ചത് ഞാൻ. ഈ ഫ്രിഗോ ക്യാമലിന്റെ അടുത്തല്ലേ എല്ലാത്തിന്റെ കളി. നമ്മളെല്ലാരും മുമ്പ് നിന്ന സ്ഥലത്തെത്തി നമ്മള്. അയ്യോ ചേട്ടാ നമ്മൾ രക്ഷപ്പെട്ടു. അയ്യോ എല്ലാരും നോക്കിക്കാ, ഫ്രിഗോ ക്യാമൽ ഇങ്ങോട്ട് ഓടി വരുന്നു നമ്മളെ കണ്ടിട്ട്. അയ്യോ ചേട്ടാ ശരിയാണ്, ഫ്രിഗോ ക്യാമൽ വരുന്നതേ.
എന്താടി കൊച്ചുങ്ങളെ, നീയൊക്കെ എന്റെ അങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ? ആദ്യം ഞാൻ ഈ ചെറുക്കനെ എന്റെ ഫ്രിഡ്ജിൽ കയറ്റി അടച്ചിട്ട് ഐസാക്കും, എന്നിട്ട് എല്ലാത്തിനും ഞാൻ അതുപോലെ തന്നെ ആക്കും. അയ്യോ ഫ്രീഗോ ക്യാമറ ഞങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. എന്താണ് ചെറുക്ക, നിന്നെയൊക്കെ ഒന്നും ചെയ്യരുതെന്നോ? നീയല്ലേ ചെറുക്ക എന്റെ കണ്ണിലേക്ക് മണല് വാരി എറിഞ്ഞത്? അത് പിന്നെ എന്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. നിന്റെ ആ കൊച്ചിനെ എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ നിന്നെയൊക്കെ വിട്ടയച്ചാനേ. പക്ഷെ നിനക്ക് അതൊന്നും സാധിക്കത്തില്ലല്ലേ. പിന്നെ എന്റെ അനിയത്തല്ലേ നിനക്ക് വിട്ടുതരുന്നേ, പോടാ അവിടുന്ന്. ഡാ എന്നെ എടാ പോടാന്ന് വിളിച്ചത് നിന്നെ ഞാൻ ഇപ്പൊ ഫ്രിഡ്ജിൽ കയറ്റും. നീ പോടാ ഫ്രീഗോ ക്യാമലോ. ഡാ നിന്നോടല്ലോ പറഞ്ഞ എന്നെ എടാ പോടാന്ന് വിളിക്കല്ലേ. എന്റെ കാലിട്ട് നിന്നെ ഇപ്പൊ ചവിട്ടി അടിക്കുക, അല്ലെങ്കിൽ എന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും ഞാൻ. ഈ ഫ്രിഗോ ക്യാമലോന്റെ പവർ എന്തോന്ന് നിനക്കൊക്കെ ഇപ്പൊ കാണാൻ പോകുന്നതേ ഉള്ളു. നീയൊക്കെ ഈ ഫ്രിഗോ ക്യാമലിന്റെ ശക്തി എന്താന്ന് ഇപ്പൊ കാണാൻ പോവുക. അയ്യോ എല്ലാരും ഓടിക്കോ. അവിടെ നിക്കടയല്ലോ ഒന്ന്. എന്റെ ഈ ചെരുപ്പടി നിന്നെയൊക്കെ എല്ലാത്തിനും ഞാനിപ്പോ ചവിട്ടി എറിയും, അല്ലെങ്കിൽ എന്റെ ഫ്രിഡ്ജൊക്കെ എറി ഞാൻ ഒരെണ്ണത്തിന്. അവിടെ നിക്കടാ നീയൊക്കെ. ഡാ നിന്നോടാ പറഞ്ഞ അവിടെ നിക്കാനെന്ന്. എന്താണ് നിനക്കൊക്കെ പറഞ്ഞ കേക്കല്ലേ? അവിടെ നിക്കടാ. അയ്യോ ഫ്രീഗോ ക്യാമറ നമ്മുടെ അടുത്തറേ, ഓടിക്കോ. അവിടെ നിക്കടാ എല്ലാം. ഇത് നമ്മളിതേ മുമ്പ് കണ്ട റോഡിന്റെ അവിടെ എത്തി. ഇപ്പൊ രാവിലെ ആറേ സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ചേട്ടൻ നമ്മളെ ഫ്രിഗോ ക്യാമറ കാണാതിരിക്കാൻ വേണ്ടി ഒരു കള്ളിമുൾച്ചയുടെ ഒളിച്ചിരുന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഓടിയോട് നമ്മൾ വീഴാനായില്ലായിരുന്നോ? പക്ഷെ ആ ഫ്രിഗോ ക്യാമറ എത്ര കിടന്ന് ഓടിയാൽ അതിനൊരു കുഴപ്പമില്ല. എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടേ. നമ്മളൊന്ന് ഒളിച്ചിരുന്ന് കള്ളിമുൾച്ചെടി കാരണം നമ്മളൊന്ന് രക്ഷപ്പെട്ടത്. അയ്യോ അതെന്തായാലും വലിയ കള്ളിമുൾച്ചെടി ആയിട്ട് കണ്ടില്ല ഫ്രിഗോ ക്യാമലോ. സൂര്യൻ ഉദിച്ചു വരും, എന്നിട്ട് ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ, ഒരു കാർ പോലും. എടുത്തുമ്പോ സൂര്യൻ ഇപ്പൊ ഉദിച്ചു വരുന്നല്ലേ ഉള്ളൂ. ചിലപ്പോ ഒരു ഉച്ചയ്ക്ക് ആവും ഒരു വണ്ടികളൊക്കെ പോണെങ്കിൽ. സാധാരണ ഈ വഴി കൂടെ അങ്ങനെ വലിയതായിട്ടൊന്നും വണ്ടികൾ പോകത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ആ മാജിക് ഡോറിന് ഈ മരുഭൂമി തന്നെ കൊണ്ടുവരുന്നായിരുന്നു ഞങ്ങളെ. അതൊരു ഒറ്റ കുഞ്ഞു പോലെ ഇല്ലാത്ത സ്ഥലത്ത്. അല്ലേ ശിവാനി ഇതപ്പോ വന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എടി ശിവാനി ആണെങ്കിൽ ശിവാന്റെ വീട്ടിലാണെങ്കിൽ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാൻ പോകായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് മാജിക് ഡോർ ആണെങ്കിലേ ശിവാനി കണ്ടത്. ശിവാനിന്റെ ബെഡ്റൂമിന്റെ അകത്ത് മാജിക് ഡോർ വെക്കുന്നത്. അങ്ങനെ ശിവാനി കഥവും തുറന്ന് ഇറങ്ങി വന്നപ്പോഴേ ഇവിടെ എത്തി നമ്മുടെ മരുഭൂമിയിലാണ്. അത് ഞങ്ങളെ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ ശിവാനിയും പിന്നെ കണ്ണുമോളും ആണെങ്കിലേ നിന്നെ കണ്ടെത്താൻ വന്നത്. അപ്പോഴാണ് നിന്നെ ആണെങ്കിൽ മറ്റേ ഫ്രിഗോ ക്യാമില് ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. അയ്യോ ചേട്ടാ, ഫ്രിഡ്ജിനകത്ത് വെച്ച് ഭയങ്കര തണുപ്പായിരുന്നു. കുറച്ച് സെക്കൻഡ് കൂടെ ഉള്ളായിരുന്നു, ഒരു മിനിറ്റ് ആകാനായിട്ട്. ഒരു മിനിറ്റ് ആയി ഞാൻ ഐസ് കട്ട ആയനെ. എന്തായാലും നമ്മുടെ രക്ഷപ്പെട്ടു തുമ്പി. അയ്യോ ചേട്ടാ, ഇനി ആ ഫ്രിഗോ ക്യാമില് വരുമോ? എനിക്ക് അറിയത്തില്ല, പേടി വരുന്നു. എനിക്ക് അറിയത്തില്ല ഫ്രിഗോ ക്യാമിൽ ഇനി വരുമോ ഇല്ലയെന്ന്. ചിലപ്പോ വരുമായിരിക്കും, ചിലപ്പോ വരത്തില്ല. എന്റെ പേടെന്ന് വെച്ചാൽ ഫ്രിഗോ ക്യാമിൽ നമ്മുടെ മണം പിടിച്ച് വരും ഇങ്ങോട്ട്. അയ്യോ അത് ശരിയാ, ആ ഫ്രിഗോ ക്യാമിൽ മിക്കവാറും നമ്മുടെ മണം പിടിച്ച് വരുമായിരിക്കും. എന്റെ അമ്മേ, അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ രാവിലെ ഫുഡ് കഴിക്കുന്ന ഈ സമയത്തൊക്കെ. ഇപ്പൊ എത്ര സമയം? 7 മണി 8 മണി ആയി കാണും. ഇപ്പൊ 8 മണിയായി. ഈ സമയത്തൊക്കെ ഞാൻ ചോറും പിന്നെ ഓരോന്നൊക്കെ തിന്നുന്നു, ദോശ ഓരോന്നൊക്കെ. എന്റെ വായിലാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ദാഹിച്ചിട്ടാണെങ്കിൽ വയ്യ. അത് മാത്രമാണ് എനിക്ക് ദാഹിക്കുന്നത്. അയ്യോ എനിക്ക് ദാഹിച്ചിട്ട് വയ്യേ. അയ്യോ ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ? എനിക്കാണ് ദാഹിച്ചിട്ട് വയ്യ, അതൊന്നും ഞാൻ മിണ്ടാത്തെ. എനിക്ക് ദാഹിച്ചിട്ട് വയ്യേ. നമ്മളെല്ലാരും ഇവിടെ പെട്ടുപോകുന്ന എനിക്ക് തോന്നുന്നേ. നമ്മളിനി മരുഭൂമി വാസികളാണ്. എനിക്കൊന്നും മരുഭൂമി വാസികളാണ്. വല്ല കാട്ടുവാസികളല്ല ആവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മരുഭൂമി വാസികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുമോ? കാട്ടുവാസികളാണെങ്കിൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ വെള്ളങ്ങള്, പഴങ്ങള്, കുളത്തിലൊക്കെ മീനെ കിട്ടും, എവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനം കിട്ടും. ഈ മരുഭൂമി വാസിയായിട്ട് എന്തുവാ? ആകെ കുറച്ച് കള്ളിമുൾച്ചെടികളും പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമി, ഇടയ്ക്ക് മണല് കൊണ്ടുള്ള വലിയ പാറ, ഇതൊക്കെ ഇതൊക്കെയല്ലേ മരുഭൂമി കാണത്തുള്ളൂ. കാട്ടിൽ അതുവരെയാണ് മരങ്ങളുണ്ട്, നല്ല തണുപ്പ്, വെള്ളച്ചാട്ടം, പഴങ്ങള്, വെള്ളം, ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലോ മരുഭൂമി. അയ്യോ മരുഭൂമി ഒന്ന് പെട്ടുപോയി. എന്റെ പോക്കറ്റിന് എന്തുവാണ് ഇത്ര വെയിറ്റ്? എന്റെ സ്വന്തം സാധനം ഉണ്ടല്ലോ, എടുത്തു നോക്കട്ടെ എന്തുവാന്ന്. എന്നാലും പെട്ടെന്ന് എന്റെ പോക്കറ്റ് കിടക്കുന്ന സാധനം എടുക്കാം. അയ്യോ ഇതെന്റെ കീപാഡ് ഫോണല്ലേ? ചേട്ടാ, ചേട്ടന്റെ കീപാഡ് ഫോണല്ലേ ഇത്? ആർത്തുമ്പി ഇതെന്റെ കീപാഡ് ഫോൺ അത്. അച്ഛന്റെ അമ്മയും കൂടെ പിന്നെ നിങ്ങളുടെ എല്ലാവരും കൂടെ വരുമ്പോഴാണെങ്കിലേ തിരക്ക് കൂടി സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോഴാണെങ്കിലേ വഴി തെറ്റുവാണെങ്കിൽ നിങ്ങൾ വിളിക്കാൻ വേണ്ടി വാങ്ങിച്ച ഫോണല്ലേ ഈ കീപാഡ് ഫോൺ. എനിക്ക് നല്ലൊരു വില കൂടി ഫോണുണ്ട്, പക്ഷെ ഞാനത് അങ്ങോട്ടും കൊണ്ടുപോകത്തില്ല, അത് കളഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. ഭാഗ്യത്തിന് എന്റെ ഈ കീപാഡ് ഫോൺ എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഭാഗ്യം രക്ഷപ്പെട്ടു. ചേട്ടാ പെട്ടെന്ന് അച്ഛനെ വിളിക്കേ. ആ ശരി, ഞാൻ പെട്ടെന്ന് അച്ഛനെ വിളിക്കട്ടെ. താങ്കൾ ഇപ്പോൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് പിന്നീട് വിളിക്കുക. അയ്യോ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അന്ന് ചേട്ടാ പെട്ടെന്ന് അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കേ. ആ ശരി തുമ്പി, അമ്മയുടെ ഫോണിൽ വിളിക്കാം. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയിൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ പിന്നീട് വിളിക്കൂ. അയ്യോ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അച്ഛന്റെ അമ്മയുടെ ഫോൺ മൊത്തം സ്വിച്ച് ഓഫ് ആയല്ലോ. ചിലപ്പോ നമ്മളെ കാണാത്ത വിഷമത്തിന് അവർ ചിലപ്പോൾ ഫോണൊന്നും കുത്തിയിട്ട് കാണത്തില്ല ചേട്ടാ. ഞാനൊന്നൊരു കാര്യം ചെയ്യും, മാമനെ വിളിക്കാം. മാമനാണ് ഇടയ്ക്കൊക്കെ ആണെങ്കിലേ മാമന്റെ ജോലിക്കാരത്തിനൊക്കെ ആണെങ്കിൽ രാജസ്ഥാനി ഇടയ്ക്കൊക്കെ വരത്തില്ലേ, ചിലപ്പോ ഇവിടെ നിന്ന് കാണുമായിരിക്കും. മാമ ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. മാമ എടുക്കെടുക്ക് മാമ. ഹലോ മാമ. മക്കളെ നിങ്ങളെല്ലാരും എവിടെയോ? മാമ ഞങ്ങളെ രക്ഷിക്കണേ. മക്കളെ നിങ്ങളെല്ലാരും കാണാത്തോണ്ടാണെങ്കിലേ നന്ദിനി ചേച്ചി, രമേശ് പിന്നെ അമ്മയൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷമത്തിനാ. നിങ്ങൾ കാണാത്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് കൊടുത്തു. അല്ല മക്കളെ നിങ്ങളെല്ലാരും എവിടെയാ? മാമ ഞങ്ങളെല്ലാരും
രാജസ്ഥാൻ മൂവി പോയത്? മാമ ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്താണെങ്കിലേ ഒരു കഥക് പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ആ കഥകിന്റെ അകത്ത് കയറി. ഞാനും തുമ്പി പിന്നെ ശിവ കൺമണിമോളും എല്ലാവരും ഒത്തിരി ഇവിടെ മരുഭൂമിയിൽ എത്തിയത്. പിന്നെ ഞങ്ങൾ ആ കഥ വഴി തിരിച്ചു കയറാൻ നോക്കിയപ്പോഴാണെങ്കിലേ ആ കഥ പെട്ടെന്ന് മാഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ രാജസ്ഥാൻ മരുഭൂമിയിൽ പെട്ടുപോയി മാമ. പിന്നെ രാത്രി ആണെങ്കിലേ ശിവാനിയും ആ ഡോർ വഴി വന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടില്ലേ മാമ ശിവാനി? എനിക്കറിയാം മക്കൾ, നിങ്ങളുടെ ഫ്രണ്ടിനെ ശിവാനി. പിന്നെ മാമ വേറൊരു സാധനം ഞങ്ങൾ പിടിക്കാൻ കിടപ്പുണ്ട്. അതിന്റെ പേര് ഫ്രിഗോ ക്യാമലോ. മാമൻ അറിയാവോ? അത് മറ്റേ തുമ്പുസാറിന്റെ കൂടെ ഇറങ്ങിയ ബ്രെയിൻ റോഡ് ആനിമലാ. എനിക്കറിയാം മക്കളെ അതിനെ കുറിച്ച്. അല്ല മാമ, മാമൻ ഇപ്പൊ എവിടെയാ? മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇടയ്ക്ക് ഞാൻ രാജസ്ഥാനിലോട്ട് വരുന്ന എന്റെ ജോലിക്കാർക്ക്. ഞാനിപ്പോ രാജസ്ഥാനിലെ മക്കളെ. മാമ രാജസ്ഥാനിലാണോ? അത് മക്കളെ ഞാൻ രാജസ്ഥാനിൽ നിങ്ങളെ കൂട്ടാൻ വേണ്ടി ഞാനിപ്പോ വരും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാ? മാമ ഞങ്ങളിപ്പോ അവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ മറ്റേ മെയിൻ റോഡില്ല. ആ മെയിൻ റോഡിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഇല്ലേ? ആ മെയിൻ റോഡിൽ നിന്ന് പോകുന്ന വഴിക്ക് നേരെ ഒരു ഷോർട്ട് കട്ട് ഇല്ലേ ഒരു സൈഡില്? ആ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോർട്ട് കട്ടില്ല. ആ ഷോർട്ട് കട്ടിന്റെ ആ വഴി ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 5 കിലോമീറ്റർ ദൂരെ നിൽക്കുന്നത്. ആ മെയിൻ റോഡിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ നിൽക്കുന്നത് ഞങ്ങൾ ആ മെയിൻ റോഡിൽ നിന്ന്. ശരി മക്കളെ, ഞാനിപ്പോ മെയിൻ റോഡ് വഴി പോവാ. ഞാൻ കാർ ഓടിച്ചോണ്ടിരിക്കുക. ശരി മക്കളെ, ഞാനൊന്ന് പെട്ടെന്ന് വരാം. നിങ്ങൾ ആ റോഡിൽ തന്നെ കേട്ടോ, അങ്ങോട്ട് പോലെ. ശരി മാമ. ചേട്ടൻ മാമനാണോ വിളിച്ചേ? മാമനെ ആടി വിളിച്ചേ. മാമനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഞാൻ നമ്മുടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. മാമൻ ഇപ്പൊ രാജസ്ഥാനിലുണ്ടെന്ന്. മാമന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി വന്നതാ. നമ്മളെ രക്ഷപ്പെട്ട ചേട്ടൻ, നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി പോവാ. മക്കളെ, മാമാ മക്കളെ നിങ്ങൾ എല്ലാവരും ഇവിടെ ആയിരുന്നു. നിങ്ങൾ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ ചേച്ചി രമേശേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞേ. ഞാനിവിടെ നാട്ടിലേക്ക് പോയിരുന്നു. നാട്ടിലേക്ക് വന്ന വഴിക്ക് നിങ്ങൾ എന്നെ വിളിച്ചത്. ഇപ്പൊ അതുകൊണ്ട് എന്തായാലും ഭാഗ്യം നിങ്ങൾ കണ്ടെത്തില്ല. മാമ ഞങ്ങൾ ദാഹിക്കുന്ന വെള്ളം വേണം. മക്കളെ കാരണത്ത് വെള്ളമുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം. ശരി മാമ. നീയൊക്കെ എത്ര വേഗം ഇവിടുന്ന് രക്ഷപ്പെടണ്ട. അയ്യോ മാമ, ഫ്രിഗോ ക്യാമ്പിലെത്തി. ഇതാണ് മക്കളെ ഫ്രിഗോ ക്യാമ്പില്. അതെ മാമ. അയ്യോ മക്കളെ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് കാണിക്കാറ്. ശരി മാമ. മക്കളെ നിങ്ങൾ എല്ലാവരും പിടിച്ചായിരുന്നു. അങ്ങോട്ട് ഞാൻ ഭയങ്കര സ്പീഡിൽ പോവേ. ശരി മാമ. അവിടെ നിക്കടാ, നീയൊക്കെ അവിടെ നിക്കടാ. അവിടെ നിക്കടാ. പെട്ടെന്ന് പോ മാമ. ശരി മക്കളെ. എല്ലാം പോയി. നിനക്കൊക്കെ കാണിച്ചു തരാം ഈ ഫ്രിഗോ ക്യാമ്പിൽ ആരാന്ന്. നീയൊക്കെ പോയേക്കുന്ന വഴിയിൽ നിന്റെയൊക്കെ മണം, ആ മണം പിടിച്ച് ഒരിക്കൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും. എന്നിട്ട് എല്ലാത്തിനും ഞാൻ എന്റെ ഫ്രിഡ്ജിൽ കയറ്റി ഐസും കട്ടാക്കി വീട് മൊത്തം നിറക്കി ഞാൻ. ഈ ഫ്രിഗോ ക്യാമ്പിന്റെ ശക്തി എന്താന്ന് അന്ന് കാണാം. എല്ലാത്തിന്റെ കളി എന്റെ അടുത്തല്ലേ.